നോമ്പ് നിർബന്ധാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പെട്ടെന്ന് അങ്ങ് പറയുമ്പോ പ്രത്യക്ഷത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഇബാദത്താണല്ലോ നോമ്പ്. യഥാർത്ഥത്തിൽ അത് ബുദ്ധിമുട്ടില്ല, പക്ഷെ അങ്ങനെയാണല്ലോ തോന്നുക. അപ്പൊ ഒരു സംശയം വരും, ഇതുകൊണ്ട് നമുക്ക് മാത്രം അള്ളാഹു തആല ഇങ്ങനെ വെച്ചു. ഒരു സ്വാഭാവികമായ ഒരു മനുഷ്യൻ ഉണ്ടാവുന്ന ഒരു സംശയം, ഒരു ബുദ്ധിമുട്ടോ വിഷമം ഉണ്ടാകുമ്പോ വേറെ എന്തിപ്പോ എനിക്ക് മാത്രം എങ്ങനെയായി, അത് വേറൊരാൾക്കും കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ സമാധാനമായി അല്ലേ? ഇങ്ങനെ സ്വഭാവമുണ്ട് മനുഷ്യന്. മനഃശാസ്ത്രപരമായ ഒരു നീക്കം അള്ളാഹു തആല അവിടെ നടത്താണ്, അല്ലാതെ വേറൊന്നും അങ്ങോട്ട് ചിന്തിക്കേണ്ടതില്ല അതില്. അപ്പൊ അള്ളാഹ് പറഞ്ഞുതരാ, നിങ്ങളെ മുമ്പുള്ള ആളുകൾക്കൊക്കെ നിർബന്ധമായതുപോലെ തന്നെ സമാധാനമായി. നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്ക് നിർബന്ധമായതുപോലെ തന്നെ നിങ്ങൾക്കും അള്ളാഹ് നിർബന്ധമാക്കി. എന്തിനാ നോമ്പ് നിർബന്ധാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടി, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി. അപ്പൊ സൂക്ഷ്മതയുള്ളവരാവാൻ വേണ്ടി അള്ളാഹ് അവതരിപ്പിച്ച ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ സൂക്ഷ്മതയുണ്ടാക്കാൻ വേണ്ട വിഭവങ്ങൾ അള്ളാഹു തആല ഒരുക്കി. അതാണ് നോമ്പ്. അങ്ങനെ തഖ്വയെ നേടിയെടുത്താൽ നിങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ച സ്വർഗത്തിൽ പോവാം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അസ്സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും ആകാശഭൂമിയെപ്പോലെ വിശാലമായ സ്വർഗത്തിലേക്കും ധൃതിയിൽ നിങ്ങൾ മുന്നോട്ട് വരിക. വസാരിഉ, നിങ്ങൾ ധൃതിയിൽ മുന്നോട്ട് വരിക. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് തയ്യാർ ചെയ്യപ്പെട്ടതാണ്. അപ്പൊ മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ച ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ തഖ്വയുണ്ടാക്കിക്കൊണ്ട് മുത്തഖീങ്ങൾക്ക് ഒരുക്കി വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കാം. ഇതാണ് റമളാന്റെ ആത്മാവ്. ഇതാണ് എനിക്ക് ചർച്ച ചെയ്യാനുള്ള വിഷയം. ഇനി ഞാൻ എന്റെ സാധാരണ മലയാളത്തിലേക്ക് വരികയാണ്. ഞാൻ മലപ്പുറക്കാരൻ, നിങ്ങൾക്കറിയാലോ അല്ലേ? ഒരു മലപ്പുറം മലയാളത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഒന്നും വിചാരിക്കരുത്, കാരണം നമ്മുടെ ലക്ഷ്യം ജനങ്ങൾ മനസ്സിലാക്കല, വേറെ താല്പര്യങ്ങളൊന്നും ഇതിലില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വിവരണങ്ങൾ ഇവിടെ തരേണ്ടതുണ്ട്. എന്നാൽ സമയമല്ല, വളരെ കുറച്ച് ആ ഫിഗർ മാത്രം പറഞ്ഞു ഞാൻ പോകും. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? എന്താണ് സാധനം? പലരും പറയാറുണ്ട്, അയാൾ നല്ലൊരു മുത്തഖിയായ മനുഷ്യനാണ്, അല്ലെങ്കിൽ തഖ്വ വേണ്ടേ നമുക്ക് എന്നൊക്കെ പറയും. പക്ഷെ സാധനം എന്താണ്? തഖ്വ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ അനുസരിക്കുകയും അള്ളാഹ് വിരോധിച്ചതിനെ ഉപേക്ഷിക്കുകയും ചെയ്യാം. ഒരു ചെറിയ വ്യത്യാസത്തോടു കൂടെ ചിലതിന്റെ താരീഫ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അല്ലാ യറാക ഹൈസു നഹാക് വ അല്ലാ യുഫ്ഖിദക ഹൈസു അമറക്. അല്ലാ യറാക ഹൈസു നഹാക്, അള്ളാഹ് വിരോധിച്ചിടത്ത് ഒരിക്കലും നിന്നെ കാണാതിരിക്കുക. അള്ളാഹ് വിരോധിച്ചിടത്ത് ഒരിക്കലും നീ ഉണ്ടാവരുത്. വ അല്ലാ യുഫ്ഖിദക ഹൈസു അമറക്, അള്ളാഹു കൽപ്പിച്ചിടത്ത് ഒരിക്കലും നിന്നെ കാണാതിരിക്കാതിരിക്കാന്ന്. അല്ലാ യുഫ്ഖിദക എന്ന് പറയുമ്പോൾ രണ്ട് നഫി കൂടിയ മുസ്ബത്തായി. നിന്നെ കാണാതിരിക്കാതിരിക്കാന്ന് എന്ന് വെച്ചാൽ തീർച്ചയായും കാണാൻ നിർത്തും. അപ്പൊ അള്ളാഹ് കൽപ്പിച്ചിടത്തൊക്കെ നിന്നെ കാണും, അള്ളാഹ് വിരോധിച്ചിടത്ത് ഒരിക്കലും നിന്നെ കാണാൻ പാടില്ല. ഇതാണ് തഖ്വ. ഇത് തന്നെ ഒന്നുകൂടെ ആഴത്തിൽ നമുക്ക് ചിന്തിപ്പിക്കാൻ മനസ്സിലാക്കാൻ കഴിയും. ഇത് യഥാർത്ഥത്തിൽ തഖ്വയുടെ ഒരു ഫലമാണ് എന്നുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വന്തം കൽബിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. തഖ്വ ഇവിടെയാണ്, ഇവിടെയാണ്, ഇവിടെയാണ്. എവിടെ? മനസ്സിലാണ് തഖ്വ. ഇവിടെയാണ് എന്ന് പറയുമ്പോൾ എവിടെയല്ല, അത് നമ്മൾ മനസ്സിലാക്കണല്ലോ. ഓപ്പോസിറ്റ് പറഞ്ഞ കാര്യമേ മനസ്സിലാവും. അതന്നെ തഖ്വ ഇവിടെയല്ല. കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുത്തഖിയായി ചമയുന്നതിന് ഏത് പറയില്ല, തഖ്വാന്ന് പറയില്ല. കുറച്ചു നേരം ഏത് കള്ളന്മാർക്കും ഒന്നും ഉണ്ടാവില്ല. രാത്രി പള്ളിയിൽ നിന്ന് ക്ലോക്ക് കക്കാൻ വന്നവനാണെങ്കിൽ തഹജ്ജുദിന്റെ നേരത്ത് വരും, തഹജ്ജുദ് നിസ്കരിക്കും, അത് കഴിഞ്ഞ് ബാങ്ക് കൊടുത്താൽ സുന്നത്ത് നിസ്കരിക്കും, പിന്നെ സുബഹി നിസ്കരിക്കും, അത് കഴിഞ്ഞ് ഖുർആൻ ഓതിയിരിക്കും. പള്ളിയിലെ ഇമാമും അതിനൊക്കെ ഇറങ്ങിപ്പോയാലാണ് അവന്റെ യഥാർത്ഥ തഖ്വ പുറത്തേക്ക് വരിക. അത്ര നേരം അവൻ ആരാ? ഇംതിസാലു ആവമില്ലാഹി വജ്തിനാബുനവാഹി. ശരിയാ. പക്ഷേ പിന്നെ ഒറിജിനൽ തഖ്വ പുറത്തേക്ക് ചാടും, ക്ലോക്ക് കെട്ടിട്ട് അവൻ പോകും. എന്തുകൊണ്ട്? ഓന്റെ മനസ്സിലതില്ല, പുറത്തേക്കോ ഇങ്ങനെ കാണിക്കുന്നു. നേരെ മറിച്ച് മനസ്സിലാണ് വേണ്ടത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കലാണ് യഥാർത്ഥത്തിൽ തഖ്വ. ഞാനിനി അള്ളാഹ് പറഞ്ഞ വഴിയെ മാത്രമേ പോകൂ, അള്ളാഹ് വിരോധിച്ചതെല്ലാം ഞാൻ ഉപേക്ഷിക്കും എന്ന് മനസ്സിൽ തീരുമാനമെടുക്കുക. ആ തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് പോവുക. അപ്പൊ അവനെ എവിടെയാ കാണുക? അള്ളാഹ് കൽപ്പിച്ചെടുത്തൊക്കെ അവനെ കാണും, അള്ളാഹ് വിരോധിച്ചെടുത്ത് ഒരിക്കലും അവനെ കാണൂല. മാത്രമല്ല അത് എപ്പോഴും ഉണ്ടാവും. കേവലം നമസ്കാരപ്പായൽ മാത്രമല്ല തഖ്വ, റബീഉൽ അവ്വലിൽ മാത്രമല്ല തഖ്വ,
റമളാൻ മാസത്തിൽ മാത്രമല്ല തഖ്വ. അതുപോലെ നമുക്ക് പ്രശ്നവും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവുമ്പോഴല്ല തഖ്വ. സന്തോഷം ഉണ്ടാവുമ്പോഴും തഖ്വ വേണം. അങ്ങനെയാണ് ഒരു മുഅ്മിൻ. ഒരു മുഅ്മിന്റെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതു സമയത്തും അള്ളാഹുവിനെ ഓർക്കുന്നവനാണ്. അജബൽ അംരിൽ മുഅ്മിൻ, മുഅ്മിന്റെ കാര്യം വളരെ അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന്റെ കാര്യം മുഴുവനും അവന് ഖൈറാ. ഇന്ന സാബഹു സറാഉ ശക്കറ ഫകാന ഖൈറൻ ലഹു, സന്തോഷം ലഭിച്ചാൽ അവൻ നന്ദി ചെയ്യുന്നു, അതവന് ഖൈറായി. വഇന്ന സാബഹു ളറാഉ സബർ, വിഷമം പിടിപെട്ടാൽ അവൻ അപ്പോൾ ക്ഷമിക്കുന്നു, അതും അവന് ഖൈറായി മാറി. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും അവന് ഗുണമാണ്. മറ്റു ചില ആൾക്കാരുണ്ട്, ഒരു ഭാഗത്ത് മാത്രം അള്ളാഹനെ ഓർക്കുന്നവര്, ഒരു പ്രശ്നം വരുമ്പോൾ മാത്രം അള്ളാഹനെ ഓർക്കുന്നവര്. ചിലർ സന്തോഷം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ഓർക്കും, ദുഃഖം വന്നാൽ അള്ളാഹനെ മറക്കും. അഞ്ചു നേരം നിസ്കരിക്കുന്ന ഉമ്മാമ മഴ പെയ്തിൽ കാറ്റടിച്ചിട്ട് വീട് കെട്ട് മറിഞ്ഞു ചാടാൻ പോകുമ്പോ പടച്ചോനെ ഇജ്ജ് കാത്തോ, കാക്കണില്ല, പെര പൊളിഞ്ഞു കെട്ട് ചാടുക, ഇനി ഇജ്ജ് കാത്തോളണമെന്നില്ല, ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ നോക്കിക്കോളാം. ഇതേതാണ് പ്രശ്നം. അപ്പൊ സന്തോഷം ഉണ്ടാവുമ്പോ ഉമ്മാമാക്ക് അള്ളാഹനെ പേടിയുണ്ട്, പ്രശ്നം വന്നപ്പോ അള്ളാഹനെ പേടിയില്ല, ഈമാനൊക്കെ പോയി. ഇത് ശരിയല്ല. ومن الناس من يعبد الله على حرف فإن أصابه خير اطمأن به وإن أصابته فتنة انقلب على وجهه خسر الدنيا والآخرة ذلك هو الخسران المبين. വിശ്വാസികളുടെ ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അവരൊരു പാർശ്വത്തിന്റെ മേൽ മാത്രം അല്ലാഹുവിനെ ആരാധിക്കുന്നു. വിഷമം ബുദ്ധിമുട്ടും വന്നാൽ അവരെന്ത് ചെയ്യുന്നു? വൈന്നസാബഹു ഖൈറുൻ ഇത്മാഅന്ന ബി, സന്തോഷം വന്നാൽ അവൻ സമാധാനിക്കുന്നു. വൈന്നസാബതു ഫിത്നത്തുൻ ഇൻഖലബ അലാ വജ്ഹി, വിഷമം വന്നാൽ നേരെങ്ങോട്ട് പിന്നോട്ട് തിരിയുന്നു, ഇവന് ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടിരിക്കുന്നു. മറ്റു ചില ആൾക്കാരുണ്ട്, സന്തോഷം ഉണ്ടാവുമ്പോ അള്ളാഹുവിനെ ഓർക്കില്ല, അള്ളാഹനെ മറക്കും. വിഷമം ഉണ്ടാവുമ്പോ മാത്രം പടച്ചോനെ 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 എന്ന് പറയും. അള്ളാഹു പറയുന്നുണ്ട്, കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കാറ്റും കോളും വന്ന് കപ്പൽ തകരാൻ പോകുമ്പോൾ അള്ളാഹുവിനെ വിളിക്കുന്നു. അള്ളാഹു തആല പിന്നെ അവനെ അങ്ങ് രക്ഷപ്പെടുത്തിയാലോ, ഇദാഹും യുശ്രികൂൻ, അവൻ അള്ളാഹുവിന് ശിർക്ക് ചെയ്യുന്നു, അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നു. അപ്പൊ വിഷമമുണ്ടായപ്പോ പടച്ചോനെ ഓർക്കുന്നില്ല. ചിലര് സന്തോഷം ഉണ്ടാവുമ്പോ അള്ളാഹനെ ഓർക്കുന്നില്ല. അതുപോരാ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും മുത്തഖിയായിരിക്കണം. അവന് വിഷമമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, സന്തോഷമുണ്ടോ, സന്താപമുണ്ടോ, അതവിടെ പ്രശ്നമല്ല. കാരണം സന്തോഷവും സുഖവും കൊടുക്കൽ അള്ളാഹ്ക്ക് നിർബന്ധമല്ല. അള്ളാഹു അവന്റെ ഇഷ്ടത്തിന് അവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം തരുന്നതാണ്. സ്വർഗം പോലും അള്ളാഹു കൊടുക്കുന്നത് അവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, അവന്റെ ഫള് കൊണ്ട് മാത്രമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, നബിയേ, അങ്ങേക്കും അള്ളാഹുവിന്റെ സ്വർഗം ലഭിക്കില്ലേ അള്ളാഹുവിന്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ? അവിടെ നിന്ന് പറഞ്ഞു, വമാ അന ഇല്ലാ അൻ യതഗമ്മദനില്ലാഹു ബിവാബിലി റഹ്മതി, അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തിൽ എന്നെ മുക്കിയെങ്കിലല്ലാതെ എനിക്കും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോവാൻ സാധ്യമല്ല. അപ്പൊ സന്തോഷം തരില്ല അള്ളാഹ്ക്ക് ബാധ്യത ഉണ്ടോ? ഇല്ല, അള്ളാഹിന്റെ ഇഷ്ടത്തിന് അള്ളാഹു തരുന്നതാ. അപ്പൊ അള്ളാഹു തആല അവന്റെ അടിമകളോട് അവനുദ്ദേശമാരി പെരുമാറും. എന്താണെങ്കിലും അത് സഹിക്കുകയും ക്ഷമിക്കുകയും അവിടെ സന്തോഷിക്കുകയും അവിടേക്ക് അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. ചുരുക്കത്തിൽ ഏത് സമയത്തും നമ്മൾ മുത്തഖിയായിരിക്കണം, അത് നമ്മൾ ഓർക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുക, അള്ളാഹ് വിരോധിച്ചതിനെ ഒഴിവാക്കുക. മാത്രമല്ല അത് മനസ്സിൽ തീരുമാനമെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഞാൻ പറഞ്ഞു, നമ്മളെല്ലാ ഭാഗത്തും എല്ലാ കാര്യത്തിലും നമുക്ക് തഖ്വ ഉണ്ടായിരിക്കും. ഞാൻ അതിനൊരു 7 പാർട്ടായി തിരിച്ചുകൊണ്ട് ആ ഫിഗർ നിങ്ങളോട് പറയാണ്. ഇത് ശ്രദ്ധയോടുകൂടെ നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതുണ്ടായിരിക്കണം. അത് പിന്നെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടിരിക്കുകയും വേണം. ഏറ്റവും പ്രധാനമായി ഒന്ന്, അത്തഖ്വാ ഫിൻ നഫ്സ്, സ്വന്തം ശരീരത്തിന്റെ കാര്യത്തിൽ തഖ്വ വേണം, സൂക്ഷ്മത വേണം. അത്തഖ്വാ ഫിൽ ജവാരിഹ്, അവയവങ്ങളിൽ സൂക്ഷ്മത വേണം. അത്തഖ്വാ ഫിൽ ഖൽബ്, ഖൽബിന്റെ കാര്യത്തിൽ തഖ്വ വേണം, ഖൽബിൽ സൂക്ഷ്മത വേണം. അത്തഖ്വാ ഫിൽ ഖറാബ, കുടുംബജീവിതത്തിൽ തഖ്വ വേണം. അത്തഖ്വാ ഫിൽ അഖ്ലാഖ്, സ്വഭാവത്തിൽ സൂക്ഷ്മത വേണം. അത്തഖ്വാ ഫിൽ അംവാൽ, സാമ്പത്തിക രംഗത്ത് തഖ്വ വേണം. അത്തഖ്വാ ഫിൽ മുജ്തമഅ, സാമൂഹിക ജീവിതത്തിൽ തഖ്വ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിൽ ഇതിൽ പെട്ടുപോയി. ഒന്നാമതായി ഞാൻ പറഞ്ഞു അത്തഖ്വാ ഫിൻ നഫ്സ്. എന്നാൽ ഞാനതൊരു രണ്ടാമത്തേതായിട്ട് മാറ്റിവെക്കാണ്. ആദ്യമായി ഞാൻ പറയുന്നത് അത്തഖ്വാ ഫിൽ ഖൽബാണ്.